ചെയ്ത് വെച്ചാലും നീ പറയണം, കർത്താവിന് സീല് പൊട്ടിക്കാൻ കഴിയും. കാരണം അവൻ കല്ലറയുടെയും മരണത്തിൻ്റെയും സീലുകൾ പൊട്ടിച്ച് ഉയർത്തെഴുന്നേറ്റവനാണ് എൻ്റെ കർത്താവെന്ന്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കൊടുക്കുന്നു. എല്ലാം സാധ്യമേ യേശുവിൻ കൂടെയുള്ളതാ. ആമേൻ. സാധ്യമേ, എല്ലാം സാധ്യമേ യേശുവിൻ കൂടെയുള്ളതാ. കരങ്ങൾ ഉയർത്തി അടിച്ചുകൊണ്ട് അസാധ്യമായി ഒന്നുമില്ല, ശക്തനാകുന്നവൻ മുഖാന്തരം. അസാധ്യമായി ഒന്നുമില്ല, ശക്തനാകുന്നവൻ മുഖാന്തരം. ഇങ്ങനെ പറയണമെങ്കിൽ വിശ്വാസം പോരാണ്ട് വരും, പ്രത്യാശ പോരാണ്ട് വരും. പിന്നെന്ത് വേണം? സ്നേഹം വേണം. ഉടമ്പടി ലക്ഷ്യം വെക്കുന്നത് സ്നേഹമാണ്. ആദിമസഭ ലക്ഷ്യം വെച്ചത് വിശ്വാസമല്ലായിരുന്നു, സ്നേഹമാണ്. അതാണ് പൗലോസ് പറയണത്, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. 1 കൊറിന്തോസിന്റെ 13-14 കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തി നിറയട്ടെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാകട്ടെ. അതിശയം ലോകത്തിൽ നടന്നിടുവാൻ പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കരങ്ങൾ ഉയർത്തി അടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. 1 കൊരിന്ത്യർ 14:1 സ്നേഹം ആയിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞ്, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. മനസ്സിലായില്ലേ? വിശ്വാസമല്ല ലക്ഷ്യം, പ്രത്യാശയല്ല ലക്ഷ്യം, പിന്നെന്താണ്? സ്നേഹം. ആന്തരിക കാര്യം സ്നേഹം വന്നാൽ മാത്രമേ പിറുപിറുപ്പ് അവസാനിക്കത്തുള്ളൂ. ഇപ്പം ഈ പിറുപിറുപ്പ് വരുന്നില്ലേ? ഞാൻ ഭർത്താവിൻ്റെ മദ്യപാനം മാറാൻ വേണ്ടിയാണല്ലോ ഉടമ്പടി എടുത്തത്, എന്നിട്ട് ആ മനുഷ്യൻ ഇപ്പോൾ 4 കാലം വരണമെന്ന് പറഞ്ഞല്ല. ഇനി ഞാൻ ആലപ്പുഴയ്ക്കും ഇല്ല, ഒരിടത്തും ഇല്ല എന്ന് പറയാം. തന്നെ പുറത്ത് പറയത്തില്ല. കാര്യം നിങ്ങൾ പറയുന്നതറിയോ? പുറത്തെങ്ങാനും പറഞ്ഞാൽ ദൈവം കേട്ടാൽ എന്ത് ചെയ്യുമെന്നാണ്. അത് ഉള്ളിൽ പറയും, പിറുപിറുപ്പെന്ന് പറയും. 14:30 സംഖ്യ 14:30. പിറുപിറുപ്പുണ്ടായാൽ ലാഗ് ചെയ്യും, താമസിക്കും. സംഖ്യ 14:30 അച്ഛൻ വായിച്ച് കേൾപ്പിച്ചു തരാം. ശ്രുതികട. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അഭിഷേകമാക്കണമേ കർത്താവേ. കർത്താവേ, ഞങ്ങളുടെ പ്രബോധനത്താൽ ദൈവസ്നേഹത്താൽ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, പ്രൈസ് യു ജീസസ്. നിങ്ങളിൽ സംഖ്യ 14:30 നിങ്ങളിൽ 20 അതിലേറെയും വയസ്സുള്ളവരെ എനിക്കെതിരായി പിറുപിറുത്ത ഒരാൾ പോലും നിങ്ങളെ പാർപ്പിക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്ത ദേശത്ത് പ്രവേശിക്കുകയില്ല. അതാണ് പ്രശ്നം. പിറുപിറുപ്പുണ്ടായ വിശ്വാസ മേഖലയിൽ ജീവിക്കുന്നവർക്ക് പിറുപിറുപ്പുണ്ടാവും, പ്രത്യാശ മേഖലയിൽ ജീവിക്കുന്നവർക്കും പിറുപിറുപ്പുണ്ടാവും. സ്നേഹത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് പിറുപിറുപ്പ് അവസാനിക്കുന്നത്. 2 പിറുപിറുപ്പ് അവസാനിപ്പിച്ച ആൾക്കാരാണ് എൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്നത്. അങ്ങേരനെക്കുറിച്ച് എന്നാ പറയണത്? എൻ്റെ ദാസൻ തർക്കിക്കുകയോ ബഹളം വെക്കുകയോ ഇല്ല, ഇല്ലേ? ഐസയ 53:7. എപ്പോഴാണ്? തൊലി ഉരിഞ്ഞെടുത്തിട്ടാണേ. ആ സമയത്തും ദൈവം എന്താ ഉദ്ദേശിക്കണത്? ഇവിടെ തൊലി ഉരിഞ്ഞെടുക്കുന്ന സമയത്തും അവൻ മിണ്ടത്തില്ല. എൻ്റെ ദാസൻ തർക്കിക്കുകയോ, നീ എന്താണൊന്നും മിണ്ടാത്തത്,
എന്ന് ചോദിച്ചുകൊണ്ട് വായി കുത്തണ ഒരു സമയമുണ്ട്. പീലാത്തോസ് നിന്നെ അഴിച്ചുവിടാനും നിന്നെ സ്വതന്ത്രനാക്കാനും നിന്നെ കൊല്ലാനും എനിക്ക് അധികാരമുണ്ടെന്ന് അധികാരം പറയുമ്പോൾ കർത്താവ് പറയും, നോ നോ നോ, യു ഹാവ് നോ പവർ, യു ഹാവ് നോട്ട് അറ്റ് ഓൾ. ഉന്നതങ്ങൾ നൽകപ്പെടാതിരുന്നെങ്കിൽ നിനക്കെൻ്റെ മേൽ അധികാരമില്ല. ദറ്റ്സ് ഓക്കെ. അപ്പൻ്റെ കാര്യം പറയുമ്പോൾ അപ്പൻ്റെ അധികാരം ഇവൻ അടിച്ചെടുക്കാൻ നേരത്ത് മാത്രമേ ഈശോ സംസാരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ സംസാരിക്കത്തില്ല. വേറെ എന്തെല്ലാം പറഞ്ഞാലും ഈശോ അനങ്ങത്തില്ല. അപ്പൻ്റെ കാര്യം പറയുമ്പോൾ സംസാരിക്കും. ആ കട്ടിൽ കണ്ട് പനിക്കണ്ടെന്ന് പറയും, കറക്റ്റായിട്ട് പറയും. അല്ലാതെ തനിക്ക് എന്നാ സംഭവിച്ചാലും അവൻ പെരുപെറുക്കത്തില്ല, അവൻ തർക്കിക്കത്തില്ല, അവൻ ബഹളം ഉണ്ടാക്കത്തില്ല. എന്താ കാര്യം? അവൻ സഹന ദാസനാണ്. ഈ ലെവലിലേക്ക് പോയി ഒരു ലെവലിലേക്ക് പോകുമ്പോൾ ഏതെങ്കിലും ഒരു ലെവലിലെങ്കിലും വെച്ചു നമ്മൾ സ്നേഹത്തിൽ ആക്ടിവേഷൻ നടക്കേണ്ടി വരും. അതെന്താണ്? നിത്യതയ്ക്ക് നിങ്ങളത് സഹായിക്കും. പറഞ്ഞ് മനസ്സിലായ മക്കളെ, നിത്യതയ്ക്ക് നിങ്ങളെ സഹായിക്കും. ഏതെങ്കിലും വിഷയം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടാൻ താമസിച്ചാൽ അത് സ്നേഹത്തോടെയാണ് നിങ്ങൾ ആ വിഷയത്തിന് സബ്മിറ്റ് ചെയ്യണം. ഇവിടെ അങ്ങനെയല്ലേ ചെയ്തത്? ഇവിടെ തർക്കിച്ചില്ലല്ലോ. ഇത് മരിയൻ ഉടമ്പടി ധ്യാനമാണല്ലേ? അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഉടമ്പടിയുടെ ധ്യാന പ്രസംഗമാണ് കേൾക്കണത്. ഇവിടെ തർക്കിച്ചോ? തർക്കിച്ചില്ല. അതിന് പകരം ബൈബിൾ, അമ്മ തർക്കിച്ചില്ല എന്ന് പറയാൻ വേണ്ടി ബൈബിൾ ഉപയോഗിക്കുന്ന വാക്കെന്താ? ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാണ്. അല്ലാതെ വായിട്ടടിച്ചില്ല. ഹൃദയത്തിൽ കൊടിയ പ്രയാസം വന്ന സമയത്ത്, ആ ചാണാക്കുഴി പെറ്റുകിടന്ന സമയത്താണ് ആളിന് വല്ലാണ്ട് വേദനയായിപ്പോയി. പെറ്റതറിയാൻ വന്നത് നാട്ടുകാർ പോലും അല്ല, കാട്ടുജാതിക്കാരാണ് വന്നത്. ഒരു പരിചയമില്ലാത്ത ആൾക്കാർ വന്നു. അത്രയും വെറുമയായിപ്പോയില്ലേ. അതിന് മുമ്പ് തന്നെ സന്ധ്യക്ക് കുറേ പ്രയാസം അനുഭവിച്ച, ഓരോ വീട്ടിലും വയറും വരച്ച് കയറി ചെന്നിട്ട് ആരും പട്ടിയുടെ വില പോലും തന്നില്ല. പട്ടിയും പശുവൊക്കെ അവിടെ പ്രസവിച്ച് കിടക്കുന്നുണ്ടാകും അവിടെ ഇറമ്പത്ത്. ആ വില പോലും കിട്ടിയില്ലാത്തതിൻ്റെ വേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും പിറുപിറുക്കത്തില്ല. ഇവരാരാണെന്ന് 1000 പേരെ പുരുഷനായി കണ്ടു, ഞാൻ ആരെയും സ്ത്രീയായി കണ്ടില്ലെന്ന് പ്രഭാഷകൻ പറയും. 7:49 ദൈവം ഒരാളെ മാത്രമേ സ്ത്രീയായി കണ്ടുള്ളൂ. അമ്മയെ സ്ത്രീ എന്ന് വിളിക്കുമ്പോൾ ഓർക്കണം, അത് വേറെ ഒരു വിളിയാണ് അപ്പം വിളിച്ചതെന്ന്. ഇവിടെ എന്താണ്? ആ സമയത്ത് അട്ടടിമാർ പോയി കഴിയുമ്പോൾ പെറുപിറുത്തില്ല, പിന്നെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഈശോ പോലും പറയും, ഇനി എൻ്റെ കാര്യങ്ങൾ അധികം ഇടപെടാതിരിക്കുന്നറിയാം നിങ്ങൾക്ക് നല്ലതെന്ന് പറയും. അപ്പോഴും വീട്ടിൽ പോയിട്ട് മറിയം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. കാണാണ്ട് പോയപ്പോഴേ എത്ര കാലം ഞാനും നിൻ്റെ പിതാവും കൂടി നിന്നെ അന്വേഷിച്ചു എന്ന് പറയുമ്പോഴും ഈശോ പറയും, ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോഴും അപ്പോഴും ഹൃദയത്തിൽ തർക്കിച്ചില്ല. ഞങ്ങൾ 2 ദിവസത്തെ വഴി നടന്നല്ലേ, നിനക്ക് പറയാൻ പാടില്ലായിരുന്നോ ഞങ്ങളുടെ കൂടെ വരണില്ല നീയെന്ന്? ഒരു അറിവ് പോലും ഇല്ല, നീ ഇവിടെ നിന്നില്ലേ? ഇപ്പം നാരങ്ങ വെള്ളം പോലും കുടിക്കാതെയാണ് ഞങ്ങളിവിടെ നിൻ്റെ പുറകെ നിന്നെ അന്വേഷിച്ച് നടക്കുന്നത്. ഇപ്പോഴാണ് കണ്ടു കിട്ടിയത് എന്ന് വേണമെങ്കിൽ പറയാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്, പക്ഷെ പറയത്തില്ല. അതിന് പകരം എഴുതി വച്ചിരിക്കുന്നത് ഈശോ ഇത് പറഞ്ഞപ്പോഴേ ലൂക്കാ 2:51 മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഇവർ സ്നേഹത്തിൻ്റെ മേഖലയിലായിരിക്കുക, വിശ്വാസത്തിൻ്റെ മേഖലയല്ല കടന്നു. ചില കാര്യങ്ങൾക്ക് വി ആർ പ്രൊമോട്ടിങ് മേരി. എന്തിനാണ് പ്രൊമോട്ട് ചെയ്യണത്? സ്വർഗത്തിൻ്റെ രാജ്ഞിയാണ് അവരെ. നിത്യത വരെ ഒരു വിശ്വാസി എത്തിപ്പെടാൻ വേണ്ടി ദൈവികമായ പദ്ധതിയുടെ പേരാണ് മറിയം. അതുകൊണ്ട് അവരുടെ ഒരു നിലപാടുകളുണ്ട്, സമീപനങ്ങളുണ്ട്, നയങ്ങളുണ്ട് ഓരോ വിഷയത്തെക്കുറിച്ചും. അതുകൊണ്ടാണ് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞപ്പോഴേ പിന്നെ ഒന്നും പറയാതെ ദൂതൻ മറഞ്ഞു പോയില്ലേ. ദാസിയാകണതും ദാസനാകണതും എപ്പോഴാണ്? പിറുപിറുപ്പ് തീരുമ്പോഴാണ്. നിൻ്റെ പിറുപിറുപ്പെല്ലാം തീർന്നതിന് ശേഷം ഞാനതിന് മറുപടി പറയാം. ഇനി ടെസ്റ്റ് വരാൻ പോകുന്നുണ്ടെന്ന് എൻ്റെ അർത്ഥം. അതിനെക്കുറിച്ച് പിന്നീട് ഒന്നും മിണ്ടിയില്ല. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൂതൻ മറഞ്ഞു എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ ഒന്നും എഴുതിയിട്ടില്ല ആ വിഷയത്തെക്കുറിച്ച്. വിശ്വാസയാത്രയിലെ ചില വിഷയങ്ങൾ എന്തെങ്കിലും നമ്മൾ സറണ്ടർ ചെയ്യേണ്ടി വരും.
വിശ്വാസയാത്രയിൽ. ദൈവം എന്ത് കോംപ്രമൈസും ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ എൻ്റെ മക്കൾ അപ്പോഴും ഓർക്കണം, ഒരു കളം കർത്താവിൻ്റെ കളമായി ഒഴിച്ചിടണം. ഏതെങ്കിലും ഒരു കളം. ഇപ്പോൾ എനിക്കൊരു ഗുരുതരമായ രോഗമുണ്ട്, ഞാനതിനെ പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കൂടെ അടക്കുകയാണ്. ആ കളം ഒഴിച്ചിട്ടിരിക്കുകയാണ്. ഫുള്ളായിട്ട് കർത്താവിൻ്റെ സ്വാതന്ത്ര്യത്തിന് കൊടുത്തിരിക്കുന്ന ആ തളം. എന്താ കാര്യം? എല്ലാവരുടെ ജീവിതത്തിലും കർത്താവിൻ്റെ ഒരു കളമുണ്ടാകണം. നമ്മുടെ ക്ലെയിം, സറണ്ടർ ചെയ്യുന്ന സമർപ്പണത്തിൻ്റെ ഒരു കളം. ആ കളം വെച്ചാണ് നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് നിത്യതയിലെ കിരീടം ചൂടണത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഉടമ്പടി എടുത്ത മക്കളെ ഓരോരുത്തരുടെയും സമർപ്പിക്കുന്ന കർത്താവേ, നിത്യതയിൽ കിരീടം ചൂടുന്ന വലിയ അഭിഷേക പ്രാർത്ഥന പരിശുദ്ധ ഉടമ്പടി ചെയ്ത മക്കളുടെ മേൽ കൃപയായി നിറയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങളടിച്ചുകൊണ്ട് പാടാം. ദൈവം തന്നോരമ്മ, യേശുവിന്റെ അമ്മ, നന്മ നിറഞ്ഞോരമ്മ, ചേർന്ന് പാടാം. ദൈവം തന്നോരമ്മ, യേശുവിന്റെ അമ്മ, നന്മ നിറഞ്ഞോരമ്മ. കൈകൾ ഉയർത്തി. അമ്മേ ആശ്രയമേ, അമ്മേ ശാശ്വതമേ, അമ്മേ ആശ്രയമേ, അമ്മേ ശാശ്വതമേ, മക്കളാ ഞങ്ങൾക്ക് ആനന്ദമേ, മക്കളാ ഞങ്ങൾക്ക് ആനന്ദമേ. ദൈവം തന്നോരമ്മ, യേശുവിന്റെ അമ്മ, നന്മ നിറഞ്ഞോരമ്മ. അപ്പോൾ കർത്താവിൻ്റെ കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കണ എന്താ? ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് നമ്മൾ ഇതിപ്പോൾ നിങ്ങൾ പെറുപെറുപ്പൊന്നും ഉണ്ടാക്കത്തില്ല. പക്ഷേ നിങ്ങളെന്താ പരിപാടി ചെയ്യും? പ്രാർത്ഥന താമസിപ്പിക്കും, ഉപവാസം മറക്കും, രോഗികളെ കുളിപ്പിക്കാൻ മറക്കും, ദാനധർമ്മം ചെയ്യാൻ മറക്കും, പത്രം കൊടുക്കാൻ മറക്കും, എല്ലാത്തിനും മറക്കും. പെറുപെറുപ്പില്ല, ഒന്നും മിണ്ടത്തില്ല, അങ്ങനെ മിണ്ടണ സ്വഭാവമല്ല. പക്ഷേ ചെയ്യാനുള്ള എല്ലാം സ്ലോയാക്കും. അതിനർത്ഥം മത്സരമാണ് മകളുടെ. ശരിക്കും എല്ലാം സ്ലോയാക്കും. പ്രാർത്ഥന സ്ലോയാക്കും. സമയത്ത് എഴുന്നേക്കത്തില്ല. കാരണം 5:30ക്കും 6:30ക്കും ഉള്ളിൽ പ്രാർത്ഥിച്ച് മാറണമല്ല പ്രഭാത പ്രാർത്ഥന. ചിലപ്പോൾ കുടുംബ പ്രാർത്ഥന മുടക്കും, ചിലപ്പോൾ കുമ്പസാരം മുടക്കും കത്തോലിക്കരാണെങ്കിൽ, ചിലപ്പോൾ കുർബാന താമസിക്കും. ഇങ്ങനെ ആ പിറുപിറുപ്പ് വ്യത്യസ്തങ്ങളായ പ്രകടനങ്ങളിലൂടെ കാണിച്ചുകൊണ്ടിരിക്കും. പിറുപിറുക്കത്തില്ല, നാക്കുകൊണ്ടൊന്നും പറയത്തില്ല, അങ്ങനെ പറയണ സ്വഭാവമല്ല. പക്ഷേ പ്രവൃത്തിയിൽ ഇതെല്ലാം കാണിച്ചുകൊണ്ടിരിക്കും. ഈ നിസ്സഹകരണം, ദൈവത്തോടുള്ള നിസ്സഹകരണം, ഉടമ്പടിയോടുള്ള പിറുപിറുപ്പ് പ്രവൃത്തി കാണിച്ചുകൊണ്ടിരിക്കും. പ്രേക്ഷിത പ്രവർത്തനം കുറക്കും. ഇനി കൊടുക്കണത് എന്നെ കൊണ്ട് അന്തോനിസുവിനാനെ കൊണ്ടും യൂദാസുവിനാനെ കൊണ്ടും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യിക്കും. 20 പത്രം മേടിച്ച് അവരെ കൊണ്ട് ഏൽപ്പിക്കും. എന്നിട്ട് അവിടുന്ന് ബലം കിട്ടുമെന്ന് നോക്കിയിട്ട് തൊട്ടും നക്കിയൊക്കെ അവിടുന്ന് വണ്ടി വിടും. യൂദാസുവിനാണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്തോളൂല്ല. പിറ്റേ ആഴ്ച വന്ന് നോക്കും. ഞാൻ വെച്ച പത്രം കൂടി ഇരിപ്പുണ്ടാകും, നോക്കും. ഓ ഇല്ല, രക്ഷപ്പെട്ട. കണ്ടവനെ കൊണ്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യിക്കുക. പിറുപിറുപ്പിൻ്റെ മറ്റൊരു രൂപ പോവാം. പിറുപിറുപ്പിൻ്റെ അതിനെ മറ്റൊരു രൂപ. അങ്ങനെ വന്ന് എന്നാ പറ്റണമെന്നറിയാവോ? അതായത് സംഖ്യ 14:34 40 ദിവസം നിങ്ങൾ ആ ദേശം രഹസ്യ നിരീക്ഷണം നടത്തി. ഒരു ദിവസത്തിന് 1 വർഷം വീതം 40 വർഷത്തേക്ക് നിങ്ങളുടെ അകൃത്യത്തിന് നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ലാഗിങ് നമ്മൾ വരുത്തിയതാണേ. വെറും 4 ദിവസമേ ഉള്ളൂ അവിടെ ചെല്ലാനേ. കൂടിപ്പോയ 40 ദിവസം. ഇവർ ഈ ഒറ്റുനോക്കാൻ വിട്ട ആൾക്കാർ അവർ അനാർക്കിൻ്റെ സന്തതികളാണ്, മല്ലന്മാരാണെന്നൊക്കെ പറഞ്ഞ് പേടിച്ചിട്ട് അവിടെ കറങ്ങി നടന്ന് മോസസിനടുക്ക് വന്ന് മറുപടി പറഞ്ഞു കൊടുത്ത് നടപടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവരങ്ങോട്ട് മുമ്പോട്ട് പോകേണ്ടി വരികയല്ലേ. നടപടി ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഇവർ മരുഭൂമി കറങ്ങി നടന്ന്. അതിനാണ് പറയണത് സംഖ്യ 14:34 40 ദിവസം നിങ്ങൾ ആ ദേശം രഹസ്യ നിരീക്ഷണം നടത്തി. ഒരു ദിവസത്തിന് 1 വർഷം വീതം 40 വർഷത്തേക്ക് നിങ്ങളുടെ അകൃത്യത്തിന്
നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്യണം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ 40 വർഷം എടുത്തില്ലേ ഇവർ വാഗ്ദാന നാട്ടിലെത്താൻ? എന്താ കാര്യം? തെറ്റായ നിർദ്ദേശം കൂടി ധാരണ ഉണ്ടാക്കിയിട്ടും ഇതുപോലെ പിറുപിറുത്തിട്ടും അതുപോലെ ഈ ന്യൂസ് കിട്ടിയിട്ട് അത് മോസസിന് കൈമാറിയാലല്ലേ പെട്ടെന്ന് യാത്ര നടക്കും. അപ്പോൾ വാഗ്ദാന നാട്ടിലേക്കുള്ള യാത്ര ഇവർ സ്ലോ ആക്കിയത് ഇവർ പേടിച്ചുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവവാക്ക് കേൾക്കാതെ 40 വർഷം എടുത്തു. വെറും 1 വർഷം പോലും വേണ്ട അവിടെ എത്താൻ. 40 വർഷം ഇവർ ദൈവത്തോടുള്ള വാഗ്ദാനത്തിലുള്ള വിശ്വാസക്കുറവ്. ദൈവമല്ലേ വാഗ്ദാനം ചെയ്തത്. അതാണ് കലേബ് പറയണത്. കലേബ് എന്താ പറയണത്? ഏത് അനാർക്കിൻ്റെ സന്തതികളായാലും നമ്മൾ അവന്മാരുടെ തടിയിലെയും മസിലല്ല വിശ്വസിക്കുക. വി ആർ നോട്ട് ബിലീവിങ് ദ മണി പവർ ഓഫ് മസിൽ പവർ, വി ആർ ബിലീവിങ് ദ സൈന്യങ്ങളുടെ കർത്താവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്നിട്ട് പറയും കർത്താവ് നമ്മുടെ കൂടെ വരും, കർത്താവ് നമുക്കത് ഏൽപ്പിച്ച് തരുമെന്നാണ് ഈ കലേബ് പറയണത്. അതുകൊണ്ട് കലേബിനെ കുറിച്ച് കർത്താവ് ഒരു കമൻറ്റ് പറയും. അത് ആ കമൻറ്റ് നമ്മളെക്കുറിച്ച് പറഞ്ഞ് നമ്മൾ രക്ഷപ്പെടും. എന്താ പറയണത്? കലേബിനുള്ള അരൂപി വ്യത്യസ്തമാണെന്ന്. സ്തുതിച്ച ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, കലേബ് നിറഞ്ഞ അതേ ആത്മാവിന്റെ ശക്തി, അഭിഷേക ശക്തി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളിലും മകളിലും നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ വീശാം. ആത്മാവിനെ വർഷിക്കണമേ. പരിശുദ്ധാത്മാവിനെ നൽകണമേ. ആത്മശക്തി നിറയണമേ. അപ്പോസ്തലന്മാർ നിറഞ്ഞ പരിശുദ്ധാത്മാവിനെ ആത്മാവിന്റെ ഞങ്ങളെ സ്പർശിക്കണമേ. കർത്താവ് നമ്മുടെ കൂടെ വരും, കർത്താവ് അവർ നമ്മൾക്ക് ഏൽപ്പിച്ചു തരുമെന്നൊക്കെ പറയണത് കലേബും ജോഷുവയുമാണ്. അതുകൊണ്ടാണ് കലേബിനെക്കുറിച്ച് ദൈവം പറയണത് കലേബിനുള്ള ചൈതന്യം വ്യത്യസ്തമാണെന്ന്. ചില വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ വ്യത്യസ്തമായ അരൂപി വേണ്ടി വരും. 14:24 സംഖ്യ 14:24 കലേബിൻ്റെ അരൂപി വ്യത്യസ്തമാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കലേബിനെ പോലെ പൂർണ്ണമായ വാഗ്ദാനത്തിലെ വിശ്വസിക്കാനുള്ള വ്യത്യസ്തമായ അരൂപിയാൽ എന്നെ അഭിഷേകം ചെയ്യണം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, കലേബിൽ നിറഞ്ഞ അഭിഷേക ശക്തി, വ്യത്യസ്തമായ പരിശുദ്ധാത്മ ശക്തി ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ ശക്തി പ്രാപിക്കാൻ, നിറയാൻ അഭിഷേകം ചെയ്യണമേ. അങ്ങേക്ക് സാക്ഷികളായി തീരാൻ കൃപ ചെയ്യണമേ. ഹല്ലേലൂയ. പാടാം. കരങ്ങളുയർത്തി ഉന്നത ശക്തിയെ ചേർന്ന് പാടിക്കേ. ഉന്നത ശക്തിയെ അങ്ങ് ഞങ്ങളുടെ കൂടെ വരും എന്നല്ലേ അവർ പറയണത്, ജോഷുവയും കലേബും പറയണത്. അങ്ങനെ അങ്ങ് ഞങ്ങളുടെ കൂടെ വരുമെന്ന് പറയുന്നതിനാണ്, അതാണ് നമ്മളെ വ്യത്യസ്തമാക്കണത്. കലേബും ജോഷുവയും പറഞ്ഞത് എന്താ? ഒറ്റ നോക്കാൻ പോയവർ, കർത്താവ് നമ്മുടെ കൂടെ വരും, അവർ നമുക്കിരയാകും, അവരെ നമുക്ക് കർത്താവ് ഏൽപ്പിച്ചു തരും. അങ്ങനെ പറയുന്ന കൊണ്ടാണ് സംഖ്യ 14:24 പറയണത് കലേബ് വ്യത്യസ്തരാണെന്ന്, അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ് എന്ന് പറയും. എന്താണ് വ്യത്യസ്തമാക്കണത്? മോസസ് പണ്ട് പ്രാർത്ഥിച്ചത് അങ്ങനെയാണ്. പുറപ്പാട് 33:16 പുറപ്പാട് 33:16 മോസസ് കർത്താവിനോട് പറയുന്നുണ്ട്, കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ ഞങ്ങൾ ഭൂമിയിൽ വ്യത്യസ്തരായിരിക്കും.
പ്രൈസ് ദി ലോർഡ്. അപ്പോഴേ കലേബ് പറയണത് എന്താ? കലേബിനെ കുറിച്ച് കർത്താവ് പറയുന്ന നോട്ട് എന്താണ്? അവന് നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്. സംഖ്യ 14:24. അവൻ നയിച്ച ചൈതന്യം എന്താണ്? കർത്താവ് തന്നെയാണ്. എന്താണ്? കർത്താവ് കൂടെയുണ്ടെന്നുള്ള ആന്തരികമായ ബോധ്യം. അതാണ് മോശസ് പറയണത്. പുറപ്പാട് 33:16 എന്താ പറയണത്? അങ്ങ് ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ, പറഞ്ഞേ, ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ ഭൂമുഖത്ത് ഞങ്ങൾ വ്യത്യസ്തരായിരിക്കും. ഇപ്പൊ കലേബിനെ വ്യത്യസ്തനാക്കുന്നതും മോസസിന്റെ പ്രാർത്ഥന വ്യത്യസ്തമാക്കുന്നതും ഒരു സിംഗിൾ ഫാക്ടറാണ്. വാട്ട് ഈസ് ദാറ്റ് യുണിക് ഫാക്ടർ? എന്താണത്? കർത്താവ് നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ബോധ്യം. അതാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ അനുഗ്രഹം. പ്രാർത്ഥിക്കുക, കർത്താവേ, ഉടമ്പടി എടുക്കുമ്പോഴേ ഏത് മരുഭൂമിയിലും ഏത് ജോർദാനിലും ഏത് ജെറിക്കോയിലും ഏത് മല്ലന്മാരുമായിട്ട് പോരടിക്കുമ്പോഴും അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആ ബോധ്യം വിശ്വാസത്തെക്കാൾ ഉപരി, പ്രത്യാശയെക്കാൾ ഉപരി ദൈവസ്നേഹത്താലാണ് ഞങ്ങൾക്ക് അഭിഷേകമായി ഈ ആരാധനയിലൂടെ നൽകണമേ. ശ്രുതികട്ടെ. ദൈവം കൂടെ ഉണ്ടെന്ന ബോധ്യത്തില് അഭിഷേകത്തോടെ ജീവിക്കാൻ, ദൈവം ഞങ്ങൾക്ക് കൂട്ടുണ്ടെന്ന ബോധ്യം ജീവിക്കാൻ, ദൈവ കരം പിടിച്ച് ജീവിക്കാൻ ഉടമ്പടി ചെയ്തിട്ടുള്ള മക്കളുടെ മേൽ അഭിഷേക മുദ്ര ചാർത്തണമേ. കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ പാടാം. ദൈവസ്നേഹത്തോടെ പാടാം. എല്ലാവരും എഴുന്നേൽക്കുക. സൗഖ്യ പ്രാർത്ഥന. ജീവിത ദുരിതങ്ങൾക്കെതിരെയുള്ള ദൈവിക ശാസന ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൊഴിച്ച ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അങ്ങനെ പറഞ്ഞ് സ്തുതിക്കുക. കർത്താവ് എൻ്റെ കൂടെയുണ്ട്. എല്ലാവരും പറയട്ടെ. ലോകം മുഴുവനും വ്യത്യസ്തമായ നാടുകളിലിരുന്ന്, വ്യത്യസ്തമായ ജില്ലകളിലെ വീടുകളിലൊക്കെ ഇരുന്ന് ഈ ശുശ്രൂഷ ലൈവായി പങ്കെടുക്കുന്നതിന് പറയട്ടെ, കർത്താവ് എൻ്റെ കൂടെയുണ്ട്. കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ഞാൻ ആരെയും ഭയപ്പെടത്തില്ല. ഒരു രോഗത്തെയും ഭയപ്പെടത്തില്ല. ഒരു കടത്തെയും ഭയപ്പെടത്തില്ല. ഒരു ഇല്ലായ്മയും ഭയപ്പെടത്തില്ല. ഒരു ശത്രുവിനെയും ഭയപ്പെടത്തില്ല. കർത്താവിൻ്റെ കൂടെയുണ്ട്. രോഗമുള്ള ശരീരഭാഗങ്ങളെല്ലാം കൈകൾ വെക്കുക. കയ്യപ്പ പ്രാർത്ഥനയിലൂടെ സൗഖ്യം കൃപാസനത്തിന് കർത്താവ് കഴിഞ്ഞ വർഷം നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹ തുടർച്ചയാണ്. ഉദരരോഗികൾ ഉദരത്തിൽ കൈവെക്കുക. കരട് രോഗികൾ നെഞ്ചിൽ കൈവെക്കുക. ഹൃദയ രോഗികൾ നെഞ്ചിൽ കൈവെക്കുക. ശ്വാസകോശ രോഗികൾ നെഞ്ചിൽ കൈവെക്കുക. തൈറോയ്ഡ് രോഗികൾ, ടോൺസൈറ്റ് രോഗികൾ ഒക്കെ തൊണ്ടയിൽ കൈവെക്കുക. ND ആയിട്ടുള്ള രോഗമുള്ളവരെ കണ്ണ്, ചെവി, അതുപോലെ തന്നെ തലച്ചോറ്, എൻ്റെ രക്ത ബ്ലോക്ക് ചെയ്യുന്ന അവസ്ഥകൾ, തലച്ചോറിൽ സിസ്റ്റ് വളരുന്നവർ, കൊടിയ തലവേദന നിരന്തരമായിട്ട് ആവർത്തിച്ച് വരുന്നവരൊക്കെ നെറ്റിയിൽ കൈവെക്കുക. കിഡ്നി രോഗികൾ നടുവിൽ കൈവെക്കുക. സർവാംഗം രോഗമുള്ളവർ സ്വസ്തികമായിട്ട് കൈ പിണച്ച് ശരീരം മുഴുവനും പൊതിഞ്ഞ് കെട്ടി കർത്താവിനെ വിശ്വാസത്തെ ഏൽപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കൈ സ്വസ്തിക പോലെ നെഞ്ചിനെ പിണച്ച് വെച്ച് കർത്താവിനെ ഏൽപ്പിക്കുക. ഇപ്പോഴും നീ ദൈവവേദന നിനക്ക് വിശ്വാസത്തെക്കാളുപരി, ശരണത്തെക്കാളുപരി ദൈവസ്നേഹം കൊണ്ട് നിറക്കാൻ വേണ്ടി നീ സ്തുതിക്കട്ടെ.
അച്ഛൻ നിൻ്റെ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ച് മാറ്റാൻ പോകുന്നു. കർത്താവേ, നിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, നീ കൈ നീട്ടണമേ. ദൈവമേ, 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 നീ കൈ നീട്ടണമേ. ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഇടങ്ങളിലെ വീടുകളിലെ നാടുകളിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ ആരാധനയെ പങ്കെടുക്കുന്ന മക്കളുടെ മേൽ, വീടിൻ്റെ മേൽ, അവിടെ ജീവിത ആവശ്യങ്ങളുടെ മേൽ കൈ നീട്ടണമേ. ദൈവമേ, നീ 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 കൈ നീട്ടണമേ. ചെങ്കടൽ പിളർത്തിയവനെ നീ കൈ നീട്ടണമേ. കാറ്റിനെ ശാസിച്ചവനെ നീ കൈ നീട്ടണമേ. പത്രോസിനെ കടലിൽ നിന്ന് ഉയർത്തിയെടുത്തവനെ നീ കൈ നീട്ടണമേ. ലാസറിനെ ഉയർപ്പിച്ചവനെ നീ കൈ നീട്ടണമേ. ചെങ്കടലിനെ പിളർത്തിയവനെ നീ കൈ നീട്ടണമേ. മഞ്ഞ പൊഴിച്ചവനെ നീ കൈ നീട്ടണമേ. പാറയിൽ നിന്ന് വെള്ളം നൽകിയവനെ നീ കൈ നീട്ടണമേ. കർത്താവേ, കൈ നീട്ടണമേ. ക്യാൻസർ രോഗത്തിന്മേൽ കൈ നീട്ടണമേ. മാരക രോഗത്തിന്മേൽ കൈ നീട്ടണമേ. ഞങ്ങളുടെ കടങ്ങളുടെ മേൽ കൈ നീട്ടണമേ. ഞങ്ങളുടെ ജീവിത തകർച്ചകളുടെ മേൽ കൈ നീട്ടണമേ. ഞങ്ങളുടെ എല്ലാ തകർച്ചകളുടെ മേലും കൈ നീട്ടണമേ. ശ്രദ്ധിക്കട്ടെ, ഭാഷാപരത്തോടെ കർത്താവേ, കൈ നീട്ടണമേ. ഓപ്പറേഷൻ രോഗിയുടെ മേൽ കൈ നീട്ടണമേ. മക്കളില്ലാത്തവരുടെ മേൽ കൈ നീട്ടണമേ. മക്കളില്ലാത്തവരുടെ മേൽ കൈ നീട്ടണമേ. മക്കളില്ലാത്തവരുടെ മേൽ കൈ നീട്ടണമേ. കർത്താവേ, കണ്ണ് കാണാത്തവരുടെ മേൽ കൈ നീട്ടണമേ. ചെവി കേൾക്കാത്തവരുടെ മേൽ കൈ നീട്ടണമേ. പിച്ച് രോഗികളുടെ മേൽ കൈ നീട്ടണമേ. എപ്പിലെപ്സി രോഗികളുടെ മേൽ കൈ നീട്ടണമേ. തൈറോയ്ഡ് രോഗികളുടെ മേൽ കൈ നീട്ടണമേ. ഉദര രോഗികളുടെ മേൽ കൈ നീട്ടണമേ. കർത്താവേ, കൈ നീട്ടണമേ. മത്സ്യത്തെ പിടിപ്പിച്ച കർത്താവേ, അധ്വാനത്തിന് മേൽ കൈ നീട്ടണമേ. കർത്താവേ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്ത അപ്പോസ്തലന്മാരുടെ വലയുടെ മേൽ കൈ നീട്ടിയ കർത്താവേ, വരുമാന മാർഗങ്ങളുടെ മേൽ കൈ നീട്ടണമേ. കർത്താവെ, കൈ നീട്ടണമേ. കർത്താവെ, കൈ നീട്ടണമേ. കർത്താവെ, കാറ്റിനെ സാധിച്ചവനെ കൈ നീട്ടണമേ. കടലിനെ സാധിച്ചവനെ കൈ നീട്ടണമേ. മഞ്ഞ അപ്പം നൽകിയവനെ കൈ നീട്ടണമേ. കർത്താവെ, മാരക രോഗിയുടെ മേൽ കൈ നീട്ടണമേ. കിടപ്പ് രോഗിയുടെ മേൽ കൈ നീട്ടണമേ. എപ്പിലെപ്സി രോഗിയുടെ മേൽ കൈ നീട്ടണമേ. ഓട്ടിസം രോഗിയുടെ മേൽ കൈ നീട്ടണമേ. മക്കളില്ലാത്തവരുടെ കൈ നീട്ടണമേ. വിവാഹം തകർന്നവളെ കൈ നീട്ടണമേ. വിവാഹം ഒത്തുവരാത്തവളെ കൈ നീട്ടണമേ. മക്കളില്ലാത്തവളെ കൈ നീട്ടണമേ. വീടില്ലാത്തവളെ കൈ നീട്ടണമേ. സ്ഥലമില്ലാത്തവരുടെ കൈ നീട്ടണമേ. ജോലി തകർച്ചയുള്ളവരുടെ കൈ നീട്ടണമേ. ടെസ്റ്റ് ഇൻ്റർവ്യൂകൾ എഴുതി നിൽക്കുന്നവരുടെ കൈ നീട്ടണമേ. റിസൾട്ട് പ്രതീക്ഷിക്കണമേ കൈ നീട്ടണമേ. പരീക്ഷ എഴുതാൻ പോകുന്നവരുടെ കൈ നീട്ടണമേ. പരീക്ഷ എഴുതിയവരുടെ മേൽ കൈ നീട്ടണമേ. ജോലി ഇല്ലാത്തവരുടെ മേൽ കൈ നീട്ടണമേ. കടകൾ പരിഹരിക്കണമേ, കൈ നീട്ടണമേ. എല്ലാ തരത്തിലുള്ള കേസുകൾ, വാഗ്ദാനങ്ങൾ, വഴക്കുകൾ, കേസുകൾ, തകർന്ന കുടുംബങ്ങളുടെ മേൽ കൈ നീട്ടണമേ. പൈശാചിക ശക്തികളുടെ മേൽ കൈ നീട്ടണമേ. പൈശാചിക ബന്ധങ്ങളെ കൈ നീട്ടണമേ. പൈശാചിക ശക്തികളുടെ കൈ നീട്ടണമേ. പൈശാചിക ബന്ധങ്ങളെ കൈ നീട്ടണമേ. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവരുടെ കൈ നീട്ടണമേ. എന്ത് ചെയ്യണമെന്ന് അറിയാത്തവരുടെ കൈ നീട്ടണമേ. എന്ത് ചെയ്യണമെന്ന് അറിയാത്തവരുടെ കൈ നീട്ടണമേ. എന്ത് ചെയ്യണമെന്ന് അറിയാത്തവരുടെ കൈ നീട്ടണമേ. ഈശോ, കൈ നീട്ടണമേ. യേശുവിന്റെ നാമത്തിൽ, കർത്താവിൻ്റെ നാമത്തിൽ, ചെങ്കൽ പടുത്ത കർത്താവിൻ്റെ നാമത്തിൽ, അപ്പം വർദ്ധിപ്പിച്ച കർത്താവിൻ്റെ നാമത്തിൽ, മീൻ വർദ്ധിപ്പിച്ച കർത്താവിൻ്റെ നാമത്തിൽ എല്ലാ തടസ്സങ്ങളും ദുരിതങ്ങളും മാറട്ടെ. എല്ലാ രോഗങ്ങളും സൗഖ്യമാകട്ടെ. കരങ്ങൾ ഉയർത്തി കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. കടലിന് മീതെ നടന്നവൻ, അഞ്ചപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റിയവൻ, മാരക രോഗങ്ങള് കർത്താവ് സൗഖ്യപ്പെടുത്തുകയാണ്. തളർവാദയെ സുഖപ്പെടുത്തിയ ദൈവം നിന്നെ സുഖപ്പെടുത്തുകയാണ്. അതൊരു കാഴ്ച കൊടുത്തവൻ നിന്നെ സൗഖ്യപ്പെടുത്തുകയാണ്. ബദിരിന് കേൾവി കൊടുത്തവൻ നിന്നെ സൗഖ്യപ്പെടുത്തുകയാണ്. മാരകമായ രോഗങ്ങള് നായിമിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചവൻ നിന്നെ സൗഖ്യപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. കരങ്ങൾ വീശി പാടാം. കൈകൾ വീശിക്കൊണ്ട് ദൈവത്തിന്റെ ശക്തി നിറയുക.